നിയമനക്കൊഴക്കേസിൽ IC ബാലകൃഷ്ണൻ MLAക്ക് കുരുക്കായി കൂടുതൽ വെളിപ്പെടുത്തൽ. സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ നിയമനത്തിനായി 15 ലക്ഷം രൂപ നൽകിയെന്നാണ് വടക്കനാട് സ്വദേശി അനീഷ് ജോസഫിന്റെ പരാതി. MLAയുടെ PA ആയിരുന്ന ബെന്നിക്കാണ് തുക നൽകിയത്. ഇതിൽ 2.5 ലക്ഷം തിരികെ ലഭിച്ചു. ഭാര്യയുടെ നിയമനത്തിനാണ് പണം നൽകിയതെന്നും രേഖകൾ സഹിതം പോലീസിന് പരാതി നൽകിയെന്നും അനീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആ പ്രതികരണമൊന്ന് കേട്ടുവരാം. ശരിക്കും എത്ര രൂപയാ വാങ്ങിച്ചിരുന്ന ഇവര്? 15 ലക്ഷം. അതെ അതെ. അതായത് ആരുടെ നിയമനത്തിന് വേണ്ടിയായിരുന്നു? നമ്മുടെ വൈഫിന് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2013-14 ആ വർഷത്തില് വാങ്ങിച്ചതാ. ഓ ഓ, അത് ആരാ വാങ്ങിച്ചേ? നമ്മളെ അന്നത്തെ MLAയുടെ PA ബെന്നി. MLAക്ക് വേണ്ടിയാണോ വാങ്ങിച്ചത്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങളോട്? അങ്ങനെ അല്ലേ, MLA ഇല്ലാതെ ജോലി കിട്ടുകയല്ലോ, MLAയും കൂടെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ വാങ്ങിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പൊ പുള്ളി PA വിചാരിച്ച ജോലി കിട്ടുകയല്ലോ. അതെ അതെ. എന്നിട്ട് നിങ്ങൾക്ക് ജോലിയും കിട്ടിയില്ല, പൈസയും കിട്ടില്ല, അങ്ങനെയാണോ? പൈസയും കിട്ടില്ല. അതിലൊരു 2.5 ലക്ഷത്തോളം തിരിച്ച് തന്നിട്ടുണ്ട്, 20 ഒക്കെ തന്നിട്ടുണ്ട്. ആരാ ഈ പൈസ തിരിച്ചു തന്നത്? ബെന്നി തന്നെ? ബെന്നി തന്നെയാണ്, വേറെ ആരും. പിന്നെ കാരണം എന്താ പറഞ്ഞു തരാതിരിക്കുന്നതിന്? അതപ്പോഴത്തേക്ക് ഭരണം മാറി, പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് ഇങ്ങനെ പറഞ്ഞു പുള്ളി അവിടെയോ അങ്ങനെ പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ചില്ല പിന്നെ പൈസക്ക്? കാശിന് എപ്പോഴും ഈ കഴിഞ്ഞ മാസം കൂടെ ഞാൻ ചോദിച്ചു. പുള്ളി തരില്ല എന്നും പറയില്ല, തരാന്ന് പറയും, പക്ഷെ തരില്ല. ഇത് കാരണം ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതെ അതെ. ഞാൻ ആ ലോണൊക്കെ എടുത്തിട്ട് അന്ന് പൈസ കൊടുത്തത്. ബത്തേരി HDFC ലോണൊക്കെ എടുത്തു. ആ ലോണൊക്കെ അടക്കാൻ പാടുപെടുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടോ? അതിനാണ് അവിടുത്തെ സ്ഥലം വിറ്റിട്ട് അടച്ചത്. ഓ അങ്ങനെ. ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് അടച്ചത്. അങ്ങനെ പൈസ എനിക്ക് വേറെ ഇതൊന്നുമില്ല. നമ്മൾ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അത്. ഭാര്യക്ക് ഇപ്പൊ വേറെ എവിടെയെങ്കിലും ജോലി ഉണ്ടോ? ഇല്ല, ജോലിയില്ല. ജോലിയില്ല അല്ലെ? പരാതി കൊടുത്തു. സാനിയോ മനോമി ചേരുന്നു. സാനിയോ, ഇപ്പോൾ മറ്റൊരു പരാതി കൂടി എത്തിയിരിക്കുകയാണ്. ഒട്ടേറെ പരാതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പരാതിയുടെ ഗൗരവം എത്രത്തോളമുണ്ട്? PAയ്ക്കാണ് കൊടുത്തതെന്ന് പറയുന്നു. ചെക്കടക്കം ഹാജരാക്കിയാണോ പരാതി കൊടുത്തിരിക്കുന്നത്? സാനിയോ മനോമി. അങ്ങനെയാണ് അരുൺ. അതായത് 15 ലക്ഷം രൂപ 2013 IC ബാലകൃഷ്ണൻ MLAയുടെ അന്നത്തെ PA ആയിരുന്ന ബെന്നിക്ക് കൈമാറി. ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ സെക്രട്ടറിയായി നിയമനം കിട്ടും, ഭാര്യയ്ക്ക് നിയമനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിച്ചതെന്നാണ് പറയുന്നത്. പിന്നീട് ആ നിയമനമോ അല്ലെങ്കിൽ പണമോ തിരിച്ചു കിട്ടുകയോ ചെയ്തില്ല. 2.5 ലക്ഷം രൂപയോളം മാത്രം തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പണം കിട്ടിയില്ല. സ്വന്തം ഭൂമി പണയം വെച്ച് HDFC ബാങ്കിൽ സ്വന്തം ഭൂമി പണയം വെച്ചാണ് ഈ 15 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെയാണ് അനീഷ് ജോസഫ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പരാതിയിൽ വലിയൊരു വഴിത്തിരിവുമായി അനീഷ് ജോസഫ് തന്നെ നമ്മളെ അല്പസമയം മുൻപ് സമീപിക്കുകയുണ്ടായി. ഒപ്പം ബെന്നിയും നമ്മളെ വിളിച്ചു. അതായത് അനീഷ് ജോസഫ് പറയുന്നത് ഈ മുഴുവൻ തുകയും തനിക്ക് തിരിച്ചു തരാമെന്ന് ബെന്നി സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ പരാതി പിൻവലിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അനീഷ് പറയുന്നത്. ബെന്നിയും വിളിച്ചു, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പരാതി അവർ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബെന്നിയുടെയും വാദം. ഏതായാലും പൈസയൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സംഭവം അവിടെ നിലനിൽക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയെ തുടർന്ന് അനീഷ് ജോസഫ് ആ പരാതി പിൻവലിക്കുകയാണ് അല്ലേ? അനീഷിന്റെ പരാതി പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ച ശബ്ദ സന്ദേശം അവിടെയുണ്ട്. അല്പസമയത്തിനകം അത് കേൾപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ആ പരാതി വന്നതോടുകൂടി എനിക്ക് ആ പണം മുഴുവനും തിരിച്ചു തരാമെന്ന് ബെന്നി സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തനിക്ക് ഇനി പരാതിയില്ല, പോലീസിൽ കൊടുത്ത പരാതിയും പിൻവലിക്കുമെന്നാണ് അനീഷ് പറയുന്നത്. ഏതായാലും ഇങ്ങനെ പിൻവലിക്കുമെങ്കിൽ കൂടിയും കോഴ വാങ്ങി എന്നുള്ള കാര്യം അവിടെ നിലനിൽക്കുകയാണ്. അതും നിയമനത്തിന് കോഴ വാങ്ങുന്നു, ബാങ്ക് സെക്രട്ടറിയായി നിയമനം നടത്താമെന്ന് പറഞ്ഞ് 2013 വാങ്ങിയ സംഭവം, ആ പണമാണ് നമ്മളുടെ വാർത്ത വന്നതിനെ തുടർന്ന് 2025 തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പണം ഇന്ന് കൊടുക്കാമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? പണം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ അല്ലേ?
ഇതുവരെ പണം കിട്ടിയിട്ടില്ല എന്ന് അനീഷ് സമ്മതിക്കുന്നുണ്ട്. എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല പോലും. പകരം അദ്ദേഹം പറയുന്നത് പണം തിരിച്ചു തരാമെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ വിഷയം സെറ്റിലായി എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ഒത്തുതീർത്തു എന്നാണ് കൃത്യമായി അനീഷ് ആ ഓഡിയോയിൽ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ് ഈ വിഷയം ഒത്തുതീർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പോലീസിൽ ഇനി പരാതിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് അനീഷ് പറയുന്നത്. പണം ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് അനീഷിനോട് ബെന്നി പറഞ്ഞതായാണ് അനീഷ് പറയുന്നത്. ബെന്നിയും നമ്മളെ വിളിച്ചിരുന്നു, ബെന്നിയും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ആ വിഷയം ഇന്നലെ തന്നെ തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ അത് തീർത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു പരാതി അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെന്നി അല്പസമയം മുൻപ് എന്നെ തന്നെ നേരിട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കോഴ ഇടപാട് നടന്നിട്ടുണ്ട്, പക്ഷേ ജോലി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ 12 വർഷത്തിനു ശേഷം റിപ്പോർട്ടർ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. അതിനിടയിലാണ് ബെന്നി ഇപ്പോൾ തിരിച്ചു വിളിച്ച് നമ്മളോട് പറയുന്നത്, അനീഷ് ജോസഫ് തിരിച്ചു വിളിച്ചു പറയുന്നത് പണം തരാമെന്ന് ബെന്നിയുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പായിട്ടുണ്ട്. നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണോ ഈ ബെന്നി അനീഷ് ജോസഫിനെ വിളിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നത് സാനിയോ? ആ കാര്യത്തിൽ വ്യക്തതയില്ല. അതായത് അനീഷിനെ നമ്മൾ വിളിക്കുകയും നമ്മൾ ഈ വാർത്ത എടുക്കുകയും ചെയ്തു എന്നുള്ള കാര്യമൊക്കെയും ബെന്നിക്ക് നന്നായി അറിയാം. അതിനുശേഷം അവർ തമ്മിലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ സെറ്റിൽമെന്റ് നടന്നത് എന്നും മനസ്സിലാക്കുന്നു. അതായത് വാർത്ത വന്നതിന് ശേഷമാണ് ബെന്നിയും അനീഷും എന്നെ വിളിക്കുന്നത്. രണ്ടുപേരും വിളിച്ചിട്ട് പറയുന്നത് അത് ഞങ്ങൾ നേരത്തെ തന്നെ സെറ്റിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു, ഇപ്പോൾ അത് സെറ്റിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്, പണം മുഴുവനും കൊടുക്കാമെന്ന് തീർപ്പാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വർഷത്തിന് ശേഷം 2013 നടന്ന സംഭവം 12 വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് അത് പിൻവലിക്കാനല്ല ഒത്തുതീർപ്പാക്കാൻ അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതി ഉടൻ പിൻവലിക്കുമെന്നാണ് അനീഷ് ജോസഫ് പറയുന്നത്. അതായത് ഈ റിപ്പോർട്ടറിന്റെ നമ്മുടെ ഈ വാർത്ത വരുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ആ ഇടപാട് തീർക്കുക എന്നതായിരുന്നു ഉദ്ദേശം. നേരത്തെ കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയും ഈ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതിൽ ഇതടക്കം വന്നേക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്നലെ വി ഡി സതീശൻ അവിടെ വീട്ടിൽ പോയിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ കൊടുക്കാനുള്ള പണങ്ങൾ ഒക്കെ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ശ്രമം. അതിന്റെ ഭാഗമായി സെറ്റിൽ ചെയ്യുന്ന കേസുകളിൽ ഒന്നായി അനീഷ് ജോസഫിന്റെ കാര്യവും മാറുകയാണ്, അല്ലേ സനിയോ? അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് കഴിഞ്ഞ ദിവസം KPCC ആ കാര്യം തന്നെയാണ് പറഞ്ഞത്. 2,10,00,000 രൂപയുടെ കടബാധ്യതയാണ് NM വിജയനുള്ളത്. ആ ബാധ്യത KPCC തീർക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഇത്തരം പരാതികളൊക്കെയും സെറ്റിൽ ചെയ്തു പോകുന്നത്. ഇങ്ങനെയെങ്കിൽ പുറത്തു വന്ന ഒരു പരാതി ഒന്ന് മാത്രമാണ് അനീഷിൻ്റെത്. അങ്ങനെയെങ്കിൽ ഈ 2,10,00,000 രൂപ അത് കൊടുത്ത ഒരുപാട് പേരുണ്ടാവും. അവരുടെയൊക്കെ പരാതികൾ, അവരുടെയൊക്കെ പണം ഈ ദിവസങ്ങളിൽ തിരിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാവണം. അല്ലെങ്കിൽ ആ പരാതി ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു ഒത്തുതീർക്കുന്ന ഏർപ്പാടുകൾ നടക്കുന്നുണ്ടാവണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ സ്വാഭാവികമായും CPM അടക്കം ആ വിഷയം ഏറ്റെടുക്കുമെന്നും CPM ഈ കടബാധ്യത ഏറ്റെടുക്കുമെന്നും അടക്കം MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ അനുരണനങ്ങളായിരിക്കാം ഒരുപക്ഷെ KPCC പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പണമിടപാടുകളൊക്കെയും സെറ്റിൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പരാതി പിൻവലിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പായി എന്നാണ് അനീഷ് ജോസഫ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സാനി മനോമിയോ വിളിച്ച് റിപ്പോർട്ട് ചെയ്തത്. മണിക്കൂറുകൾക്കുള്ളിൽ കാര്യങ്ങൾ ഒത്തുതീർപ്പാവുന്നു. എന്താ അല്ലേ, എന്തൊരു സ്പീഡാ! കഴിഞ്ഞ 12 വർഷമായി കൊടുക്കാതിരുന്ന 15 ലക്ഷം രൂപ ഒരു വാർത്ത വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. ബെന്നി 15 ലക്ഷം രൂപ അനീഷ് ജോസഫിന് നൽകാമെന്ന് സമ്മതിച്ചു. അതോടുകൂടി അനീഷ് ജോസഫ് ആ പരാതി പിൻവലിക്കാനും തയ്യാറാവുകയാണ്. കാര്യങ്ങൾ ഒത്തുതീർപ്പായിരിക്കുന്നു. അങ്ങനെ 15 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടിന്റെ വാർത്തയിൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. പൈസ തിരിച്ചു കൊടുക്കാമെന്ന് ബെന്നി, കേസ് പിൻവലിക്കാമെന്ന് അനീഷ് ജോസഫ്. രണ്ടും അറിയിച്ചു റിപ്പോർട്ടർ TV.